വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ മുൻഗോഡസിൽ നിന്ന് വാങ്ങിയ ഒരു ധാവണി സെറ്റിൽ നിന്ന് സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൾറെഡി ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് കാണുക. അപ്പോൾ സ്കേർട്ടിൻ്റെ ഹിപ്പ് വരുന്നത് 30ഉം അതേപോലെ ലെങ്ത്ത് വരുന്നത് 42ഉം ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു റഫ് ഫിഗർ നോക്കാം. പടിക്ക് വേണ്ടി 1 ഇഞ്ചും അതേപോലെ ലെങ്ത്തിന് ബാക്കി 1 ഇഞ്ച്, 42ൽ നിന്ന് 1 ഇഞ്ച് പോയാൽ പിന്നെ 41 ആണ്. അപ്പോൾ തയ്യൽ തുമ്പ് 41 കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അടിഭാഗമൊക്കെ മടക്കി അടിക്കുമ്പോൾ 42 ഇട്ട് വെട്ടണം. അതേപോലെ പടിക്ക് 1 എക്സ്ട്രാ. അപ്പോൾ കട്ടി ഇത് കുറേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് കട്ടിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പോൾ തുണി ഞാൻ ഓൾമോസ്റ്റ് 4.5 മീറ്ററോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഞാൻ കറക്റ്റ് നാലായിട്ടല്ല കുറേ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ഇതേപോലെ ലെങ്ത്ത് നമുക്ക് 42 കേട്ടോ വേണ്ടത്. പക്ഷേ അതാ ഈ 42ൽ ഈ പട്ടയൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പട്ട വന്നാൽ നമുക്ക് വൃത്തികേടാണ് മുകളിൽ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത്. അപ്പോൾ ഞാൻ അതിൽ നിന്നും താഴോട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് നമുക്ക് പാവാട ലെങ്ത്ത് കുറയും, പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതിട്ട് കറക്റ്റ് 41ൽ തന്നെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ലൈനിങ്ങും ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് എത്രയാണ് 41 ഇനിയും കിട്ടത്തുള്ളൂ, 42 കിട്ടത്തില്ല. അപ്പോൾ അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റ് 39 നമ്മൾ ലൈനിങ് 2 ഇഞ്ച്. ഇപ്പോൾ എത്രയാണോ നമ്മുടെ ലെങ്ത്ത് അതിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചെടുക്കാം. പിന്നെ ഇതേപോലെ ഞാനൊരു 6 ഇഞ്ചിൽ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് പടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് ഒട്ടും കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊന്ന് മടക്കിയിട്ട് വേണം പടിയാക്കാൻ. അപ്പോൾ ഞാൻ ബ്രൗണിൽ തന്നെ, നമ്മൾ മുകൾ ഭാഗമാണ് കേട്ടോ ബ്രൗൺ ഇരിക്കുന്നത്. അപ്പോൾ ബ്രൗണിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. റെഡ് കൊണ്ട് വെച്ചാൽ കുളമായിപ്പോവും. ബ്രൗണിൽ തന്നെ വേണം കേട്ടോ. റെഡ് നമുക്ക് താഴ്ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഈ മെഷർമെൻറ്റ് എങ്ങനെയാണ് മെഷർമെൻറ്റിൽ ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണുക. അല്ലാത്തവർക്ക് ജസ്റ്റ് നമ്മൾ ഒരു നിശ്ചിത അളവിൽ കറക്റ്റ് നമ്മുടെ ഹിപ്പെന്ന് പറയുമ്പോൾ നമുക്ക് 30 ഹിപ്പ് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഹുക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 32 വേണം. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടാൽ മതി. അഥവാ നിങ്ങൾ വള്ളിയാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ ഒരു 3 or 4, ഇപ്പോൾ 30ൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് 34 നമുക്ക് വേണ്ടത് പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്ന ലെങ്ത്ത്. അഥവാ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 10 ഇഞ്ചെങ്കിലും കൂടുതൽ വേണം. 30ൻ്റെ കൂടെ 10 കൂടെ ആകുമ്പോൾ 40 നമ്മൾ ഈ പ്ലീറ്റ്സ് ഇട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉള്ളൊരു ഇതാണോ കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതൊന്നും അല്ല കറക്റ്റ്. എന്നാലും നമുക്കൊരു ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു മെത്തേഡിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനൊരു നിശ്ചിത ഗ്യാപ്പിൽ, പക്ഷേ പ്ലീറ്റ്സിൻ്റെ ഒക്കെ ഒരു അളവെന്ന് പറയുന്നത് ഒരേപോലെ വന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ചിലത് വലുതും ചിലത് ചെറുതൊക്കെ വന്നാൽ ഒരു അഭംഗി തോന്നും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കറക്റ്റാണോ പ്ലീറ്റ്സിൻ്റെ എണ്ണം ഒരു അളവ് കറക്റ്റാണോ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ 4.5 മീറ്ററും കറക്റ്റ് 30 ഞാൻ ഹൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. 32 കേട്ടോ, 2 ഇഞ്ച് കൂടുതലിടുക. അപ്പോൾ 32 എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നു കുത്തി വെച്ചാൽ അഥവാ നമ്മുടെ അളവിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് ഇതേപോലെ പിന്നു കുത്തി വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുവാണ് എനിക്ക് 32 ഉണ്ടോ എന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് 32 തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാത്രം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അത്രയും ഹാൻഡിൽ വിത്ത് കെയർ. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു, ഇതേപോലെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നു കുത്തി വെച്ചിട്ട് മാത്രം ബിഗിനേഴ്സ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ചു വിടേണ്ട ആവശ്യമില്ല. ഇതൊരു വട്ടം സ്റ്റിച്ച് ചെയ്ത് പൊട്ടിച്ചു വിട്ടാൽ ഈ ക്ലോത്തിൻ്റെ കാര്യം കട്ടപ്പോകാം. കാരണം ആ ക്ലോത്ത് അങ്ങനെയാണ്. ഓക്കെ, അത് ക്വാളിറ്റി ഇല്ലാത്തതൊന്നുമല്ല, ഈ ക്ലോത്ത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതേപോലെ നല്ല ഞുറു കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ അകത്തേക്കൊക്കെ തുണി മടങ്ങിയിരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മടങ്ങിയിരിക്കാത്ത രീതിയിൽ കറക്റ്റ് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. പൊട്ടിച്ചുവിടേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണേ. എന്നിട്ട് അതെല്ലാം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് ലൈനിങ്ങിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ മെയിൻ ക്ലോത്തിൻ്റെ അടിഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ലെങ്ത്ത് 1 ഇഞ്ച് എനിക്ക് കുറയും.
അപ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഞാനതൊന്ന് മടക്കി അടിച്ചത്. വളരെ ലൈറ്റായിട്ടാണ് മടക്കി അടിച്ചത്. അരേഞ്ച് ഗ്യാപ്പിലൊന്നും അല്ല മടക്കി അടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് അരേഞ്ച് ഗ്യാപ്പിൽ തന്നെ മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മെറ്റീരിയൽ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി പാടാണ്. പിന്നെ നമുക്ക് കസ്റ്റമറിനെ വിളിച്ച് ചോദിച്ച് അവരുടെ ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഓൾറെഡി അത് വൃത്തികേടാണെന്ന് അറിഞ്ഞാൽ കൂടെ എന്താ പറയുക, അവരോടൊക്കെ ചോദിക്കണമല്ലോ. ചിലർക്ക് അത് ഓക്കെയാണ്, ലെങ്ത് കുറയുന്നത് ഒട്ടും ഇഷ്ടം ഉണ്ടാവാത്തവർ കാണും. ചിലവർ പറയും അയ്യോ ഇത് വൃത്തികേടാണ്, ഒന്ന് ചോദിച്ചിട്ട് ചെയ്തുകൂടെയാണ്. അപ്പം നമ്മൾ വീണ്ടും അഴിച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് അവരോടൊന്ന് ചോദിക്കുന്നത്. അപ്പോൾ ലൈനിങ്ങും ഞാൻ അതേപോലെ 32 പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൽ ഏറി കുറഞ്ഞു പോയാലൊന്നും പ്രശ്നമില്ല. എന്നാലും നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. പിന്നെ ലൈനിങ്ങും മെയിൻ ക്ലോത്തൂടെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുവാണേ. ഇപ്പോൾ ലൈനിങ് ഇപ്പം ലൈനിങ് ഞാൻ എടുത്തേക്കുന്നത് 3 മീറ്ററോളമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ലൈനിങ് 4.5 മീറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ലൈനിങ് മെയിൻ ക്ലോത്തൂടെ ആദ്യം ഒന്ന് ജോയിൻ ചെയ്യാം, എന്നിട്ട് പ്ലീറ്റ്സ് എടുക്കുക. അപ്പോൾ ഇത്രയും എഫേർട്ട് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ലൈനിങ് 4 മീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ 3 മതി. വെറുതെ തന്നെ നമ്മൾ പൈസ വേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് ഒരു 4 ഇഞ്ചോളം 2ൻ്റെ എഡ്ജ് ഒന്ന് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 6 ഇഞ്ചോളം കട്ട് ചെയ്തില്ലേ പടി വെക്കാനായിട്ട്, അതും ആ മെയിൻ ക്ലോത്തൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുവാണ്. 2ൻ്റെ എഡ്ജ് തമ്മിലൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ എനിക്ക് 32 ലെങ്ത് വേണ്ടത്. പിന്നെ മടക്കിയൊക്കെ സൈഡ് 2 മടക്കി അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഒരു 34 ഇട്ട് നമുക്ക് ഈ പടിയുടെ ലെങ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതൊക്കെ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനെ 2നെയും കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ പടി വെക്കുമ്പോൾ ഇച്ചിരി കട്ടിയുള്ളത് നല്ലതാണ് എപ്പോഴും. എന്നിട്ട് ഈ ക്ലോത്തിൻ്റെ മുകളിൽ കറക്റ്റ് നല്ല ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കുക. അകത്തേക്ക് ഞാൻ മടക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ, അതൊന്ന് മടക്കിയിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേ രീതിയിൽ കറക്കി ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് നല്ല കട്ടിയാണ്. പക്ഷേ സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫ്ലെയറായിട്ടും ഒക്കെ നല്ല പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ എന്ത് ഭംഗിയാണെന്നോ കാണാൻ. ഇതേപോലെ എഡ്ജ് വരുമ്പോൾ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് മടക്കി കൊടുത്തു, എൻഡിക്കും മടക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതേപോലെ അകത്തേക്ക് വെച്ചിട്ട് അകത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് എടുക്കുവാണ്. കറക്റ്റ് ആ തയ്യൽ തുമ്പൊക്കെ ഇതിനകത്ത് പോകണം കേട്ടോ. നമ്മൾ ആ പ്ലീറ്റ്സ് ഇട്ടെടുത്തേണ്ട ആ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഇതിനകത്ത് തന്നെ പോകണേ. ധൃതി ഒന്നും ഇല്ലാതെ പയ്യെ ചെയ്താൽ മതി. പിന്നെ ഈ തുണിയിലങ്ങനെ സ്റ്റിച്ച് കയറി പിടിച്ച് പോയി കാര്യം. ഇതേ രീതിയിൽ ഫുള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി അതിനെ മുകൾ ഭാഗത്ത് ഞാനൊന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ തുണി ആയതുകൊണ്ട് ജസ്റ്റ് ചുളുങ്ങുക കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ ഒരു 4.5 ഇഞ്ച് വീതി വിട്ടിട്ടാണ് കറക്റ്റ് 1/2 ഇഞ്ച് അകത്തോട്ട് വിട്ട് 4.5 നീളവും വിട്ട് അകത്തോട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് താഴോട്ട് ഞാൻ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ള് ജോയിൻ ചെയ്യുകയാണ്. ആ ഓപ്പൺ ആയ സൈഡാണ് കേട്ടോ ഇത്. ഇതൊന്ന് ഫുള്ളി ജോയിൻ ചെയ്ത് പിടിപ്പിച്ചേ. താഴ്ഭാഗത്ത് ലോക്കിട്ട് അവസാനിപ്പിക്കുക. എക്സസ് ആയിട്ട് നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റുവാണേ. എന്നിട്ടൊരു സിബ് വെച്ച് കൊടുക്കുന്നുണ്ടേ. സിബ് നല്ല ഭാഗമാണ് അകത്തേക്ക് ഇരിക്കുന്നത്, ചീത്ത ഭാഗത്താണ് കേട്ടോ സ്റ്റിച്ച് കൊള്ളുന്നത് സിബിൻ്റെ. അതേപോലെ തുണിയുടെ ചീത്ത ഭാഗമാണ്. അതേപോലെ താഴ്ഭാഗത്ത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചു. ഓപ്പോസിറ്റ് സൈഡും ഇതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാവേ. ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ്. ഓക്കെ,
സിബു ആയേ, ഇനി ഒരു പ്രശ്നവും ഇല്ല, ഓപ്പൺ ആവുമെന്നും ഒന്നും പേടിക്കേണ്ടതായിട്ട് വരത്തില്ല. എന്നിട്ട് സിബിനെ ഒന്ന് താഴ്ഭാഗത്ത് ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ തുറന്നു പോകുമ്പോൾ സിബ് മൊത്തത്തിൽ തുറന്നു പോകും. ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ചാൽ അവിടെ ഇരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഹുക്കും ഹോൾഡും കൂടെ പിടിപ്പിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ട് നിൽക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റണം, നൂലൊന്നും കാണാൻ പാടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് കറക്റ്റ് ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഹിപ്പ് 28 അപ്പോൾ നമുക്ക് ഹോൾഡ് പിടിപ്പിക്കുമ്പോഴത്തേനും 28 പിടിപ്പിച്ചാൽ ടൈറ്റായിട്ട് നിൽക്കില്ല. ഒരു 2 ഇഞ്ച്, ഒരു 28 പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. 28, 27 ഓരോന്ന് പിടിപ്പിച്ചു കൊടുക്കാം. എന്നാൽ മാത്രമേ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റത്തുള്ളൂ. കറക്റ്റ് 30 തന്നെ ഇട്ടാൽ ചിലപ്പോൾ ലൂസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വലത്തെ സൈഡിലാണ് കേട്ടോ ഹോൾഡ് പിടിപ്പിക്കേണ്ടത്, ആ കൊളുത്ത് പിടിപ്പിക്കേണ്ടത്. ഇടത്തെ സൈഡിലാണ് അതിടാൻ പാകത്തിനുള്ള ഹോൾഡ് പിടിപ്പിക്കേണ്ടത് കേട്ടോ. എല്ലാം ഞാനിപ്പോൾ റെഡിമെയ്ഡ് സാധനമാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ക്ലോത്തിലാണ് അത് ചെയ്തെടുത്താൽ അത്ര എന്താ പറയുക, ഒന്നാമതേ ലൈറ്റ് വെയിറ്റ് ആണ്. അതിനകത്തിൽ എന്തിനാ പണിയുന്നതെന്ന് കരുതി ഇത് തന്നെ നമുക്ക് റെഡിമെയ്ഡ് തന്നെ മേടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാലായിട്ട് എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പഴയ സാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക, നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഷുവറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ 350 രൂപയ്ക്ക് ഇത് വാങ്ങേണ്ടവർ മസ്റ്റ് ബൈ. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ മെറ്റീരിയൽ ലൈറ്റ് വെയിറ്റ് ആണ്, അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്തതല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ, ബായോ. അപ്പോൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. 34 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബ്ലൗസ് ചെയ്തെടുത്തത്. സ്കേർട്ട് സൂപ്പറാണ്. 4.5 മീറ്ററിലൊക്കെ സ്കേർട്ട് ചെയ്യുവാണെങ്കിൽ നല്ല ഫ്ലെയറിലും അതേപോലെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. പ്രത്യേകിച്ച് ഈ ഡ്യുവൽ കളർ എനിക്ക് ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മെഷർമെൻറ്റ് വെച്ച് എങ്ങനെ സ്കേർട്ട്, പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാകാത്തവർ അത് ജസ്റ്റ് പോയി കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അത് മനസ്സിലാകാത്തവർ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ 2 മെത്തേഡും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മെത്തേഡാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം. അപ്പോൾ ഇതേപോലെ യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.